ഇപ്പൊ ഞാൻ പറയല്ല, ഞാൻ പണ്ടൊരു വിശ്വാസിയായിട്ടൊരു മനുഷ്യനായിരുന്നു. എനിക്ക് ആ ഒരു മാറ്റം തന്ന ഈ പ്രസ്ഥാനമാണ്. ഇനിയിപ്പോ എന്റെ നാട്ടിൽ പത്തനംതിട്ട ജില്ലയിൽ ചെറുകോൽ വില്ലേജിൽ കാട്ടൂർപേട്ട എന്ന സ്ഥലത്ത് നിരവധി സഹകൾ ഈ നാടിന് ചുറ്റുമുള്ള ഒരു ഗ്രൂപ്പിലുണ്ട്. ഇതിന്റെ അഡ്മിൻസ് അടക്കം നമ്മളെ അറിയുന്നവരും എന്നെ നമ്മുടെ പ്രസ്ഥാനത്തിലെ കൊണ്ടുവന്ന സഹകൾ, അവരോട് ചോദിച്ചാൽ നമുക്കറിയാം. എന്റെ നാട്ടിൽ ഈ ഇസ്ലാം മതത്തിനെ പരസ്യമായിട്ട് വിമർശിക്കുക, അല്ലെ പോസ്റ്റ് ഇടുക, പല കാര്യങ്ങളും എതിർക്കുന്ന ഒരേ ഒരു വ്യക്തി ഞാനാണ്. നിങ്ങൾ ആരെങ്കിലും എന്റെ നാട്ടിൽ മറ്റൊരാളെ കാണിച്ചു തരാമെങ്കിൽ ഞാൻ അതല്ലാന്ന് കാണിക്കാം. ഒരാളെ നിങ്ങൾ കാണിച്ചു തരും? ഒരാളും ഇല്ല. കാരണം ഞാൻ കുട്ടിക്കാലം മുതൽ SFIയിലേക്ക് പോയി. ഞാൻ എന്താ പറയുക, +2 പഠിക്കുന്ന സമയത്ത് ഏരിയ കമ്മിറ്റി വന്നു, ഏരിയ പ്രസിഡന്റ്, ജില്ലാ കമ്മിറ്റി, അങ്ങനെ ആ ചെറുപ്പം മുതൽ ഇച്ചിരി ടെററായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് എനിക്കത് നല്ലൊരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റി. പക്ഷേ എന്റെ നാട്ടിൽ വന്നു കഴിയുമ്പോൾ മുസ്ലിം വിശ്വാസികളായിട്ടുള്ള ആൾക്കാരിക്കുമ്പോൾ അവർക്കൊരു വിശ്വാസമുണ്ട്, ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ മതത്തിനെതിരാണ്. അങ്ങനെയുള്ളവരെ ഈ പ്രസ്ഥാനത്തിലേക്ക് അടുപ്പിക്കണമെങ്കിൽ ഞാൻ മതമില്ല എന്നും പറഞ്ഞ് അവർ മാറി നിന്നിട്ടുള്ള രീതിയിൽ നിന്ന് എനിക്ക് ഒരിക്കലും സാധിക്കില്ല. ഇപ്പൊ ഇന്നലെ പെരുന്നാളിന്റെ കാര്യം പറഞ്ഞല്ലോ, ഒരു പായസം കൊടുത്തു. അപ്പൊ ഇടതുപക്ഷ അനുഭാവികളുണ്ട്, അവരുടെ കുട്ടികളുണ്ട്, അവരതിലേക്ക് വരുന്നു, നമ്മളുമായിട്ടൊരു അവിടെ ഒരു അടുപ്പം ഉണ്ടാകുന്നു. നമ്മൾ അവിടെ ഒരു പായസം കൊടുത്തപ്പോൾ SDPI പോലുള്ള വർഗീയ സംഘങ്ങൾക്ക് അവിടെ കൊടുക്കാനുള്ള സ്പേസ് ഇല്ലാതായി. കാരണം നമ്മൾ നേരത്തെ പോയി കമ്മിറ്റിക്കാരോട് സംസാരിച്ച് ഏതെങ്കിലും ഒരാൾക്കേ കൊടുക്കാൻ അനുവാദമുള്ളൂ. അപ്പൊ നമ്മളത് മുതലെടുത്തു. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഞാനൊക്കെ പള്ളിയിലേ കയറാറില്ലായിരുന്നു. ഞാൻ ഒരു നോയമ്പ് പിടിച്ചിട്ടില്ല, ഇപ്പോഴും നോയമ്പ് പിടിച്ചിട്ടില്ല. പള്ളിയിലേ കയറാറുന്ന ഒരു ടൈമാണ്, ഒട്ടും കയറത്തില്ലായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, എന്റെ പ്രസ്ഥാനത്തിലേക്ക് ആളെ കൊണ്ടുവരണേ വല്ലപ്പോഴൊക്കെ പള്ളി കയറേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഞാൻ എന്നുള്ള പ്രസ്ഥാനത്തിന്റെ മുഖമാണ്. ആ മുഖം ഇങ്ങനെ നടക്കുമ്പോൾ ഈ വിശ്വാസികളായിട്ടൊരു സമൂഹത്തിൽ നിൽക്കുന്നവര് എന്നെ കണ്ടിട്ട് എന്റെ പ്രസ്ഥാനത്തിലേക്ക് അടുക്കാതിരിക്കല്ലേ. അപ്പൊ ചില ട്രിക്കുകൾ, ചില ഗിമ്മിക്കുകൾ, ചില കാര്യങ്ങൾ നമുക്ക് മനസ്സുകൊണ്ടല്ലെങ്കിലും അവരുടെ ഒരു ഭാഗമായിട്ട് നിന്നുകൊണ്ട് അവരെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അതിന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഈ ഫ്ലക്സ്, ബാനർ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അതിന്റെ ഭാഗമാണ്. ഇപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്ത ചടങ്ങ് ഒരു വീട്ടിൽ വെക്കും, മതപരമായിട്ടുള്ള ചടങ്ങാണ്. നമുക്കവിടെ പോകായിരുന്നു. ചിലപ്പോൾ വർഗീയ സംഘടനകളിൽപ്പെട്ടവരായിരിക്കും അവിടെ പോയി കൂടുതൽ സഹായിക്കുന്നത്, ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ആ വീട്ടുകാരും അവർക്ക് വേണ്ടപ്പെട്ടു അവരോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. അപ്പൊ അത് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചിലപ്പോൾ അവിടെ കയറും. ചിലപ്പോൾ നമ്മൾ മനസ്സോടെ ആയിരിക്കത്തില്ല. അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് എന്റെയൊക്കെ നാട്ടിലെ ബഹുഭൂരിപക്ഷവും സഖാക്കളാണ്. ഇന്നും കോഴഞ്ചേരി മേഖല ഏരിയ കമ്മിറ്റിയുടെ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു പ്രശ്നം നടന്നാൽ വിളിച്ചാൽ പെട്ടെന്ന് ഓടി ഇവിടുന്ന് പോകാൻ കുറച്ച് സഹാക്കളുണ്ട്. അല്ലെങ്കിൽ ഇവിടെ 2-3 STPക്കാരൊക്കെ ആയിട്ട് STPക്കാരൊക്കെ എണ്ണ ഒതുങ്ങി. അവരിലുള്ള ആൾക്കാർ പോലും നമ്മളിലേക്ക് പയ്യെ പയ്യെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പം മതത്തിനോടുള്ള അടുപ്പം ഒരുപാട് യുവാക്കളിൽ അകന്നകന്ന് വന്നു. പിന്നെ പഴയ പോലെ 5 നേരം നമസ്കാരം കുറഞ്ഞു. പല പല കാര്യങ്ങളിൽ അവർ മാറ്റം ഉണ്ടായി, ചേഞ്ചായി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു പരിപാടി വെച്ചാൽ ജുമായിക്ക് പോകണം, ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞിരുന്ന പലരും വെള്ളിയാഴ്ച പരിപാടി വെച്ചാൽ കൃത്യമായിട്ട് പങ്കെടുക്കാൻ തുടങ്ങി. ആ ഒരു ചേഞ്ച് കൊണ്ടുവന്നത് നമ്മൾ പെട്ടെന്ന് പോയി ഇല്ല എന്ന് പറഞ്ഞിട്ടല്ല. നമ്മൾ പയ്യെ പയ്യെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്ത് അവരിലേക്ക് കയറി സൗഹൃദം ഉണ്ടാക്കി, നമ്മളോടുള്ള എതിർപ്പ് മാറ്റിയല്ല ഇഷ്ടം കുറച്ച് കൂട്ടി. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ ഫ്ലെക്സും ചില കാര്യങ്ങളും വെക്കുന്നതല്ല ഇവിടെ ചർച്ചാ വിഷയമായി. അതുകൊണ്ട് പറഞ്ഞാണ്. ഇപ്പം പിന്നെ പൊങ്കാല ആയിക്കോട്ടെ, പരിമല തീർത്ഥയാത്ര ആയിക്കോട്ടെ,